ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ മീനൊക്കെ ഇവിടെ വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുളയിലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് വെട്ടി കഴുകി വരഞ്ഞ് വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പച്ച കുരുമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങളും കൂടെ വേണം. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ അരപ്പിന് വേണ്ടിയത് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി അരച്ചു കൊണ്ടുവന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവരാം. പിന്നെ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ അത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല, അല്ലാതെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ അരപ്പൊക്കെ നമുക്ക് അരച്ചത് കൊണ്ടുവന്ന് മീനിനകത്തോട്ടിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിനും ഒരു മണത്തിനും എല്ലാം വേണ്ടി. എന്നിട്ട് അതും കൂടെ ചുവനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം. മീനിനകത്തോട്ട് ഉപ്പും എരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോഴത്തേക്ക് ഈ മീൻ കൂടി പറക്കിയിട്ട് നമുക്ക് വറുത്ത് എടുക്കാം. ഞാനിപ്പം ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ആവശ്യത്തിനുള്ള മീൻ മാത്രമേ വറക്കുന്നുള്ളൂ. ബാക്കി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അരപ്പ് മൊത്തത്തിൽ പുരട്ടി വെച്ചതേ ഉള്ളൂ, ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മീനൊക്കെ പറക്കിയിട്ട് എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി. അടിയിലായിരുന്നു ഇടേണ്ടത് കരിയാപ്പില, ഞാൻ മുകളിലാണ് ഇട്ടത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ മീൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.